Good morning, my dear students. Next, our topic cost and management accounting. Cost classification. Cost classification, the continuation of cost classification. Then, classification of cost, different types of cost on the basis of classification. First one is on the basis of elements of cost. Second one is on the basis of function. And third one is on the basis of behavior or variability. Then fourth one is on the basis of identifiability, and next one is on the basis of controllability, and on the basis of normality, and on the basis of ascertaining cost, and also on the basis of managerial decision making. Then adile ഫസ്റ്റ് മൂന്ന് ക്ലാസിഫിക്കേഷൻ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ദെൻ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ on the basis of identifiability or traceability. Then on the basis of identifiability or traceability, the cost may be classified into two, that is first one is direct cost and second one is indirect cost. നമ്മളതിനെ കാണുന്ന രീതിയിൽ, അതായത് കോസ്റ്റ് ഡയറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആണോ, ഡയറക്റ്റുമായിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ ഓൺ ദി ബേസ് ഓഫ് ഐഡൻറ്റിഫൈബിലിറ്റി ഓർ ട്രേസബിലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ അതിൽ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് കോസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് കോസ്റ്റ്. Direct cost is the cost which can be directly identified with a product or service. That means direct cost is a cost which can be directly identified with a product or service. ഒരു പ്രൊഡക്റ്റുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സർവീസുമായിട്ടോ ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്താ പറയുക, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദീസ് കോസ്റ്റ് ആർ ഇൻഗേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ഓർ ദെയർഫോർ ക്യാൻ ബി attributed to that cost center or cost unit. കോസ്റ്റ് സെൻറ്ററുമായിട്ടോ കോസ്റ്റ് യൂണിറ്റുമായിട്ടോ നേരിട്ട് ബന്ധപ്പെടുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ എക്സാമ്പിൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് കോസ്റ്റ്. ഡയറക്റ്റായിട്ട് ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോസ്റ്റുകൾക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈം കോസ്റ്റ്. Cost of wood in making a table, wages paid to a tailor for stitching dress, etc. ശരിക്കും ഒരു പ്രൊഡക്റ്റിൻ്റെ നമുക്കതിൻ്റെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു സ്റ്റിച്ചിങ് ഒരു ടൈലർക്ക് കൊടുക്കുന്ന നമ്മുടെ സർവീസ് ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ റോ മെറ്റീരിയൽസിനെ വളരെ നന്നായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന ഡ്രസ്സാക്കി മാറ്റി തന്നു. ദെൻ അവിടെ ഒരു നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു കോസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മളൊരു ഫർണിച്ചർ, അതുപോലെ തന്നെ ഒരു ഡോറ്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡയറക്റ്റായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് നോക്കിയാൽ അത് ഏതാണ് അതിൻ്റെ വുഡ്, അതിന് എത്രമാത്രം കോസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന കോസ്റ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ആ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന കോസ്റ്റുകളെയാണ് നമ്മളെന്ത് പറയുന്നത്, ദറ്റ് ഈസ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഹെഡിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ദറ്റ് ഈസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഡയറക്ട്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പ്രോഡക്റ്റ് ഓർ സർവീസസ്. ദീസ് കോസ്റ്റ് ആർ ജനറൽ ക്യാരക്ടർ ആർ ഇൻഗേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് സെവറൽ കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ കോസ്റ്റ് യൂണിറ്റ്. ഡയറക്റ്റായിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, പക്ഷേ അത് ഇൻഡയറക്റ്റായിട്ട് ആ കോസ്റ്റ് അതിന് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ആ കോസ്റ്റ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടോ കോസ്റ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഇൻഡയറക്റ്റായിട്ട് കോസ്റ്റ് എനിക്കറിയാം. സച്ച് കോസ്റ്റ് ആർ ചാർജ് ടു മെനി കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ കോസ്റ്റ് യൂണിറ്റ് ഓൺ ദി ബേസ് ഓഫ് ബെനിഫിറ്റ് റിസീവ്ഡ് ബൈ ഈച്ച്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, കോസ്റ്റ് ഓഫ് നെയിൽസ് ഇൻ മേക്കിംഗ് എ ടേബിൾ. And then next one is consumable stores, salary of manager, rent of a factory, etc. അതായത് ഡയറക്റ്റായിട്ട് നമുക്കറിയില്ലെങ്കിലും ആ ബിൽഡിങ്ങിന് കൊടുത്തിരിക്കുന്ന റെൻറ്റ്, അതുപോലെ തന്നെ ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവാം, ആണി അത് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെ നമുക്ക് വളരെ പ്രത്യക്ഷത്തിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്തരം എക്സ്പെൻസുകളൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സാലറി, മാനേജേഴ്സ് സാലറി, സൂപ്പർവിഷൻ ചാർജസ് എന്നൊക്കെ പറയുന്ന എക്സ്പെൻസുകൾ ഡയറക്റ്റായിട്ട് നമുക്ക് ആ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടെ അത് ഇൻഡയറക്റ്റായിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ അത് അത്തരത്തിലുള്ള
കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻഡയറക്റ്റ് കോസ്റ്റിലെ ഇൻഡയറക്റ്റ് കോസ്റ്റ്, ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഓവർ ഹെഡ്. പിന്നെ നമ്മൾ പഠിക്കാനുണ്ട് കേട്ടോ, ഓവർ ഹെഡ് എന്ന് പറയുന്ന ഒരു ഹെഡ് നമുക്ക് പഠിക്കാനുണ്ട്. ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഓവർ ഹെഡ്. എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും നമ്മൾ ഒരൊറ്റ ടേമിലാണ് മനസ്സിലാക്കണേ, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഓവർ ഹെഡ്. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ഐഡൻറ്റിഫൈബിലിറ്റി ഓർ ട്രേസബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന കോസ്റ്റുകളെ ഡയറക്റ്റ് കോസ്റ്റ് എന്നും, ഒട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ള ഹെഡിലും പറയണം. Then next one is classification on the basis of controllability. Classification on the basis of controllability. ഇനി അതിൻ്റെ കൺട്രോളബിലിറ്റി നോക്കിക്കൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. Then on the basis of controllability, costs are classified into two: controllable cost and uncontrollable cost. Cost may be classified into two: controllable cost and uncontrollable cost. Controllable costs are within the control of specified individual. Normally controllable costs are variable cost. ഈ controllable cost എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, controllable cost are normally costs are within the control of specified individual. നമുക്ക് ഒരു പരിധിവരെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന കോസ്റ്റുകളെയാണ് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ വെച്ചാൽ വേരിയബിൾ കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയലോ അതന്നെ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തരത്തിലും വേസ്റ്റേജ് സംഭവിക്കാതെ നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന കോസ്റ്റിനെ കൺട്രോളബിൾ കോസ്റ്റ് എന്നും, അതേപോലെ തന്നെ അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ സച്ച് കോസ്റ്റ് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് സ്പെസിഫൈഡ് ഇൻഡിവിജ്വൽ. എത്ര നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റും, അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റാണ്. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ഫിക്സഡ് ആയിട്ട് 10,000 റുപ്പീസാണ് റെൻറ്റ് എന്ന് പറയുമ്പോൾ എത്ര കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഒട്ടും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ 10,000 റുപ്പീസ് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ റോ മെറ്റീരിയൽസ്, വേസ്റ്റേജ് അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന എക്സ്പെൻസസുകളെ നമുക്ക് എന്തെന്ന് പറയാം, കൺട്രോളബിൾ കോസ്റ്റ് എന്നും, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളെ അൺകൺട്രോളബിൾ കോസ്റ്റ് എന്നും പറയുന്നു. അപ്പോൾ കൺട്രോളബിൾ കോസ്റ്റ് such costs are within the control of a specified individual. That means that is normally controllable costs are always variable cost. Then uncontrollable cost, that means the costs are beyond the control of the specified individual. Normally fixed costs are the uncontrollable cost. Fixed cost ne uncontrollable cost ennu parayam. And then next one is sixth classification on the basis of normality. On the basis of normal costum അതുപോലെ തന്നെ abnormal costum. നെക്സ്റ്റ് സിക്സ്ത് ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് നോർമാലിറ്റി. ദെൻ നോർമൽ കോസ്റ്റ്. Normal cost is the cost which is normally incurred at a given level of output in the normal condition. It is charged to a cost of production. കണ്ടോ, അവിടെ നമ്മൾ പറയുന്നത് ഓൺ ദി ബേസ് ഓഫ് നോർമാലിറ്റി കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു: നോർമൽ കോസ്റ്റ് ആൻഡ് അബ്നോർമൽ കോസ്റ്റ്. നോർമൽ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ഈസ് നോർമലി ഇൻഗേർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ നോർമൽ കണ്ടീഷൻ. ഇറ്റ് ഈസ് ചാർജ്ഡ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? ഇറ്റ് ഈസ് ചാർജ്ഡ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. And then next one is abnormal cost. Abnormal cost is the cost which is not normally incurred at a given level of output in the normal condition. Any such cost, the excess of normal cost is treated as a abnormal cost. It is not charged to the cost of production but charged to the costing profit and loss account. അതായത് അബ്നോർമൽ കോസ്റ്റുകളെയാണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് കോസ്റ്റ് എന്നൊക്കെ പറയും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടാകാവുന്ന ചില കോസ്റ്റുകളാണ്. മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി, അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റാണ്, അബ്നോർമൽ കോസ്റ്റാണ്. പക്ഷേ അതുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല, പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലെങ്കിൽ കൂടെ നമ്മളത് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. ഇറ്റ് വിൽ ബിക്കം റിഡ്യൂസ് ദ പ്രോഫിറ്റ് അല്ലേ, ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് കൂടാനായിട്ട് അത് കാരണമാവും. ഇറ്റ് ഈസ് ചാർജ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിന് എക്സാമ്പിളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ റിപ്പയേഴ്സ്, ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു ദ ഫയർ, പിന്നെ അതുപോലെ തന്നെ ലോക്ക് ഔട്ട് ഓർ ഷട്ട് ഡൗൺ ഓഫ് മെഷീനറി എക്സെട്ര. ദീസ് ആർ ദി എക്സാമ്പിൾ ഓഫ് അബ്നോർമൽ കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഈ കോസ്റ്റുകളെല്ലാം നമുക്ക് ഫെമിലിയർ ആണ് എങ്കിൽ കൂടെ ഓരോ ഹെഡിലും നമ്മളതിനെ ഇന്ന ഹെഡിൽ വെച്ചിട്ട് നമ്മളതിനെ തരംതിരിച്ച് പഠിക്കണമെന്ന് മാത്രം. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആദ്യം പറഞ്ഞത് ഓൺ ദി ബേസ് ഓഫ്
ഐഡൻറ്റിഫയബിലിറ്റി ഓർ ട്രേസബിലിറ്റി എന്നുള്ളതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന കോസ്റ്റുകളെ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്നും, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ചെറിയ ചെറിയ എക്സ്പെൻസുകളോ അല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസുകളെയൊക്കെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നു. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓവർ ഹെഡ്. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ ഓവർ ഹെഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരണം, ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് നെയിൽസ്, മേക്കിംഗ് എ ടേബിൾ, കൺസ്യൂമബിൾ സ്റ്റോർസ്, സാലറി ഓഫ് മാനേജർ, റെൻറ്റ് ഓഫ് ഫാക്ടറി, ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന് ഒരൊറ്റ ടൈമിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓൾസോ കോൾഡ് ആസ് ഓവർ ഹെഡ്. അതിനൊരൊറ്റ ടൈമിൽ നമ്മൾ പറയുന്ന ഒരു ടേമാണ് ഇത് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും മനസ്സിലായല്ലോ. ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ക്ലിയർ ആയിട്ടുണ്ട്. ഡയറക്റ്റ് കോസ്റ്റിൻ്റെ ടോട്ടൽ സമ്മിനെയാണ് നമ്മളെന്ത് പറയുക, പ്രൈമറി എലമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ പ്രൈം കോസ്റ്റ് എന്ന് പറയും. ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് പ്രൈം കോസ്റ്റ്. ദെൻ പിന്നെ പറഞ്ഞ സെക്കൻഡ് ക്ലാസിഫിക്കേഷനിലെ ഓൺ ദി ബേസ് ഓഫ് കൺട്രോളബിലിറ്റി, ഈ കോസ്റ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു കൺട്രോളബിൾ കോസ്റ്റ് ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ്. കൺട്രോളബിൾ കോസ്റ്റിലെ സച്ച് കോസ്റ്റ് ആർ വിത്തിൻ ദി കൺട്രോൾ ഓഫ് എ സ്പെസിഫൈഡ് ഇൻഡിവിജ്വൽ. Example, variable costs are controllable cost. Then next classification on uncontrollable cost, such costs are beyond the control of a specified individual. That is normally fixed cost is the example of then uncontrollable cost. Next one is classification on the basis of normality. നോർമാലിറ്റി ബേസ് ചെയ്തുകൊണ്ട് നോർമൽ കോസ്റ്റും അതുപോലെ തന്നെ അബ്നോർമൽ കോസ്റ്റുമാണ്. നോർമൽ കോസ്റ്റിൽ എനി കോസ്റ്റ് വിച്ച് ഈസ് ദ എക്സസ് ഓഫ് നോർമൽ കോസ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് ദെൻ അവിടെ നെക്സ്റ്റ് വൺ ഈസ് നോർമൽ കോസ്റ്റിൽ നോർമൽ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിത്ത് ദ നോർമലി ഇൻക്ലൂഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ നോർമൽ കണ്ടീഷൻ. പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് എത്രമാത്രം എക്സ്പെൻസ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ ദറ്റ് ഈസ് എനി കോസ്റ്റ് വിച്ച് ഈസ് എക്സസ് ഓഫ് നോർമൽ കോസ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് അബ്നോർമൽ കോസ്റ്റ്. അബ്നോർമൽ കോസ്റ്റിന് റിപ്പയേഴ്സ് എക്സാമ്പിളാണ് ലോക്കൗട്ട്, പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു ഫയർ, then shutdown of machinery etc. These are the examples of abnormal cost. അപ്പോൾ ഇത്രയാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. The next one is classification on the basis of time of ascertainment of cost. കോസ്റ്റ് കണക്കാക്കുന്നതിൻ്റെ ടൈം നോക്കിയിട്ട് നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യും ഓൺ ദി ബേസിസ് ഓഫ് പീരീഡ് ഓർ ഓൺ ദി ബേസിസ് ഓഫ് ടൈം. ദെൻ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദറ്റ് ഈസ് ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. Predetermined cost and historical cost. Historical cost, one of the first one is historical cost. Historical cost is the cost which is ascertained after it has been incurred. It is a cost which has already been incurred in the past. So historical cost is also called as past cost. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ആ ഒരു എക്സ്പെൻസ് നടന്നു കഴിഞ്ഞു, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുക. സൻ ആ ഒരു കോസ്റ്റ് ഇനി നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്തിട്ടോ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നോ അല്ലെങ്കിൽ പുതിയൊരു തീരുമാനങ്ങൾ എടുക്കാനോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് നമുക്ക് സാധ്യമല്ല. പർച്ചേസ് ഓഫ് മെഷീനറി, ദെൻ അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 1 lakh എന്ന് പറയുമ്പോൾ 1,00,000 രൂപയ്ക്ക് നമ്മൾ മെഷീനറി വാങ്ങിക്കഴിഞ്ഞു. So it is an historical cost. Already recorded cost is also called as historical cost. Then second classification on the basis of time, then cost may be classified, that is the predetermined cost. Predetermined cost is a cost which is ascertained before it's incurred. ആ കോസ്റ്റ് നടക്കാൻ പോകുന്നേക്കാളും മുൻപേ നമ്മൾ കണക്കാക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലേ. ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു 50,000 rupees ആവും എന്ന് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് കോസ്റ്റ് ഈസ് കോൾഡ് ആസ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. അപ്പോൾ ഒരു സമയത്തെ ആസ്പദമാക്കി ഇത് മുൻകൂട്ടി തീരുമാനിക്കുന്ന കോസ്റ്റ്, ആ ഒരു ആക്ച്വൽ പ്രോസസ്സ് നടക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ഈസ് അസർട്ടൈൻഡ് ബിഫോർ ഇറ്റ് ഈസ് ഇൻഗേർഡ്. അപ്പോൾ എന്താ പറയുക, പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ഈസ് അസർട്ടൈൻഡ് ബിഫോർ ഇറ്റ് ഈസ് ഇൻഗേർഡ്. ആ ഒരു കോസ്റ്റ് നടക്കുന്നതിന് മുൻപ് തന്നെ കണക്കാക്കി വെക്കുന്ന കോസ്റ്റിനെ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്നും. ഇറ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് ഡിറ്റർമിൻ ഇൻ അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് കം ടു ഫ്യൂച്ചർ. പക്ഷേ ഫ്യൂച്ചറിലാണ് അത് റിയലായിട്ട് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന കോസ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നു, പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്നോ അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നോ പറയുന്നു. ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ
on the basis of managerial decision making. നമ്മൾ മുൻപ് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമുക്ക് ഒരുവിധം കോസ്റ്റിങ്ങിനെ കുറിച്ച് ഏത് ടേമിലും കോസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവണം. അപ്പോൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇത്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. Then cost is an important factor that guides the management in decision making process. Then on the base of the relevance in decision making, costs are classified into several types as follows. അതായത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റിനെ നമ്മൾ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. Then first one is opportunity cost, then second one is sunk cost, third one is imputed cost or notional cost, fourth one is out of pocket cost, then shutdown cost, replacement cost, differential cost, marginal cost, standard cost, conversion cost, relevant cost, postponable cost. These are the different types of cost on the basis of managerial decision making. Management decision making എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, decision making is to select the best alternative from the various alternatives. Then managerial decision making is the one of the important functions of decision making is the important function of management. ശരിയായിട്ടുള്ള സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ കോസ്റ്റിങ്ങിൽ ചില കോസ്റ്റിംഗ് ടെക്നിക്സ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില ടേംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന ചില ടേംസുകളുണ്ട്. അപ്പോൾ ഇനി പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ആ ടേംസിനെ പരിചയപ്പെടാവുന്നതാണ്. ദെൻ അതിൽ ഫസ്റ്റ് വൺ ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലേ, എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ്, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഫോർ ഗിവിങ് ആൻ ഓപ്പർച്യൂണിറ്റി അല്ലേ. ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിക്കനുസരിച്ച് നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റാണ് അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മളതിൽ പഠിക്കാറുണ്ടത്. ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ എന്തുകൂടി ഉണ്ട്? ഇറ്റ് ഇസ് എ സാക്രിഫൈസിങ് വാല്യൂ. ആ സാക്രിഫൈസ് വാല്യൂ കൂടിയുള്ള കോസ്റ്റുകളെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അതായത് നമുക്ക് ഒരേ സമയം തന്നെ നമ്മുടെ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗ് നമുക്ക് ഒന്നുകിൽ റെൻറ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് നടത്താം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിൽ. ആ ഓപ്പർച്യൂണിറ്റീസിലെ ഏത് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊന്നിനുള്ള സാധ്യത ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ ഇല്ലാതെയാകുന്ന കോസ്റ്റിനെയാണ് നമ്മളവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു ബിൽഡിംഗ് നമുക്ക് വേണമെങ്കിൽ ബിസിനസ് നടത്താം. സെയിം ടൈം ഇറ്റ് ഈസ് ലോസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ പ്രൊവൈഡിങ് ദ റൂം ഫോർ റൂം റെൻറ്റിന് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് മറ്റൊന്ന് എടുക്കുന്നത്. അപ്പോൾ ആ സാക്രിഫൈസിങ് വാല്യൂ ആണ് നമ്മളവിടെ എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബിസിനസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല? ആ റൂം പിന്നെ നമുക്ക് റെൻറ്റിന് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. എക്കണോമിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെ കയ്യിൽ 2 ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട 2 ഫ്രൂട്ട്സ് ഒന്ന്. ഇപ്പോൾ നമ്മൾ സാധാരണ എക്സാമ്പിൾ ഇപ്പോൾ ഓറഞ്ചും ഉണ്ട് ആപ്പിളും ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഇത് വാങ്ങിക്കാനായിട്ട് നമ്മൾ അതാണ് ആദ്യം പഠിപ്പിക്കുന്ന ഒരു എക്സാമ്പിൾ. അദ്ദേഹം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എന്താ ചെയ്യുക, ഇതിപ്പോൾ രണ്ടും നമ്മളിന്ന് പിടിച്ച് വാങ്ങാനായിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു തരത്തിലും കൊടുക്കാൻ തയ്യാറാവാതെ നിൽക്കും അല്ലേ, രണ്ടും കൊടുക്കാൻ. അപ്പോൾ പക്ഷെ നമുക്ക് ഒന്ന് കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് അനലൈസ് ചെയ്ത് നോക്കും. എനിക്ക് ആപ്പിൾ വേണോ ഓറഞ്ച് വേണോ, ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കും. ഞാൻ അവിടെ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നിനെടുത്ത് മറ്റൊന്ന് അവോയ്ഡ് ചെയ്യും. ആ അവോയ്ഡ് ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് കിട്ടി ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ ആ പൊയ്ക്കോട്ടെ എന്ന് വെക്കുന്നതിന് ഒരു സാക്രിഫൈസിങ് വാല്യൂ ഉണ്ട് അല്ലേ. ഇതെനിക്ക് കമ്പാരിറ്റീവ്ലി ഇതാണ് ബെറ്റർ എന്ന് തോന്നുമ്പോൾ മറ്റൊന്നിനുള്ള ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഓപ്പർച്യൂണിറ്റി. അത് ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അവിടെ നിങ്ങളുടെ ബുക്കിൽ ശ്രദ്ധിക്കുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് എ കോസ്റ്റ് റിലേറ്റിംഗ് ദ സാക്രിഫൈസ് മെയ്ഡ് ഫോർ ബെനിഫിറ്റ്സ് ഫോർ ഗോൺ. നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, അത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. കോസ്റ്റ് ഈസ് റിലേറ്റിംഗ് ടു സാക്രിഫൈസ് മെയ്ഡ് ഓർ ബെനിഫിറ്റ് ഫോർ ഗോൺ.
It is the value of the benefit foregone in favor of an alternative course of action. It is the value of the benefit foregone in favor of an alternative course of action. When one alternative is rejected in favor of another. മറ്റൊരു കാര്യത്തിന് വേണ്ടി വേറൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. When one alternative is rejected in favor of another, the loss of benefit from the rejected alternative is the opportunity cost. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് the loss of benefit from the rejected alternative. The loss of benefit from the rejected alternative. Loss of benefit from the rejected alternative. ഒരെണ്ണം നമ്മൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ആ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിൻ്റെ ബെനിഫിറ്റ്സിനെയാണ് നമ്മളവിടെ എന്തെന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ the loss of benefit from the rejected alternative is the opportunity cost. When the owned building is used for business, the rent that would have been received by letting it out is an opportunity cost. നമ്മുടെ ബിൽഡിങ്ങിൽ നമ്മൾ ബിസിനസ് നടത്താനുള്ളൊരു തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളവിടെ അത് റെൻറ്റിന് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതിനത്രമാത്രം വാല്യൂ ഉണ്ട്. ദാറ്റ് കോസ്റ്റ് ഈസ് കോൾഡ് ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്. അപ്പോൾ മാനേജ്മെൻ്റ് ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള കോസ്റ്റുകളെ കുറിച്ച് ഒന്നുകൂടെ കെയർ ചെയ്യാം. നമുക്ക് ഏറ്റവും പോസിബിലിറ്റി ഉള്ളത് ഏതാണ് അല്ലേ? അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ട് വരും. അതിൽ ഓരോ ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് അതിനേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ വാല്യൂ ദാറ്റ് കോസ്റ്റ് ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മാനേജ്മെൻറ്റിന് എപ്പോഴും ആവശ്യമുള്ളൊരു കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ് ഇത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായി. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന നെക്സ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദ സങ്ക് കോസ്റ്റ്. Sunk cost is also called as past cost. Then sunk cost is the cost incurred in the past and which has no effect on future decision making. Sunk cost എന്ന് പറയുന്നത് sunk cost is the cost incurred in the past. ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കോസ്റ്റിങ്ങിനെയാണ് നമ്മൾ sunk cost എന്ന് പറയുന്നത്. which has no effect on future decision making. ആ കോസ്റ്റിനെ കുറിച്ച് ധാരാളം പഠിച്ചുകൊണ്ട് അത് വലിയ ഇഫക്റ്റ് ഒന്നുമില്ല. കാരണം ആ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ sunk cost is also called as past cost. It is the amount sunk in the business is not recoverable. നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞു പോയിട്ടുള്ളൊരു കോസ്റ്റാണ്. അറ്റ് ദ ടൈം ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് എ പ്ലാൻ ഇറ്റ് ഈസ് written down value less in its scrap value is the sunk cost. At the time of replacement of a plant is write down the value less. അത് വില കുറച്ചുകൊണ്ട് എഴുതും. അതുപോലെ തന്നെ അതിൽ വരുന്ന ഒരു സ്ക്രാപ്പ് വാല്യൂ ആണ് ഇനി അതൊന്ന് പ്രതീക്ഷിക്കാനുള്ളൂ. ദെൻ ആ സ്ക്രാപ്പ് വാല്യൂവിനെയാണ് നമ്മൾ അതാണ് അവിടെ നമ്മൾ എന്ത് പറയുന്നത് ലെസ് ഇനി സ്ക്രാപ്പ് വാല്യൂ ഈസ് ദ sunk cost. Then sunk cost is also called as എന്താ പറയുക പാസ്റ്റ് കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓർ ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓർ നോഷണൽ കോസ്റ്റ്. നമ്മൾ മുൻപ് തന്നെ പറഞ്ഞു നോഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞത്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് വിച്ച് ഡു നോട്ട് ഇൻവോൾവ് ആക്ച്വലി ക്യാഷ് എക്സ്പെൻഡിച്ചർ വിച്ച് ഡു നോട്ട് ക്യാഷ് ഔട്ട്ലേ. ക്യാഷ് എന്ന് പറയുന്നൊരു ട്രാൻസാക്ഷൻ ഇല്ലാതെ വരുന്നൊരു കോസ്റ്റാണ് ഇത് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓർ ദെൻ നോഷണൽ കോസ്റ്റ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓർ നോഷണൽ കോസ്റ്റ് പേരിന് മാത്രമാണ് പറയുന്നത് നോഷണൽ കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ നോഷണൽ കോസ്റ്റിനെ നമ്മൾ വൺ ഓഫ് ദി എക്സാമ്പിൾ എന്ന് പറയുന്നത് റെൻറ്റ് ഫോർ അവർ ഓൺ ബിൽഡിംഗ്. നമ്മുടെ തന്നെ ബിൽഡിങ്ങിനുള്ള റെൻറ്റ് നമ്മളത് എഴുതി വാങ്ങുന്നില്ല. പക്ഷേ മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ആ കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ശരിക്കും ഒരു ക്യാഷ് ഔട്ട്ലേ ഇല്ലാത്ത കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്നോ അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ്. അതിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ആക്ച്വൽ ക്യാഷ് പേയ്മെൻ്റ് ഒന്നും നടക്കാത്ത കോസ്റ്റുകളെയാണ് നമ്മൾ എന്താ പറയുക ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുക. ആസ് ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ് ഇൻ ക്യാഷ് ഡയറക്റ്റ് ക്യാഷ് പേയ്മെൻറ്റ് അവിടെ വരുന്നില്ല. which is not appear in the books of accounts. However, it is taken into consideration for the purpose of decision making. Rent on building and interest on owned capital. നമ്മുടേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റോ അതും അല്ലെങ്കിൽ റെൻറ്റ് ഓഫ് ഓൺഡ് ബിൽഡിംഗ് നമ്മുടെ ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കേണ്ട റെൻറ്റോ ഒക്കെ ഏതിന് എക്സാമ്പിളാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓർ നോഷണൽ കോസ്റ്റിന് എക്സാമ്പിളാണ്.
അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. എന്താ നോഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞത്? ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ആക്ച്വൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ. Then fourth one is out of pocket cost. Fourth one is out of pocket cost. Out of pocket cost refers to which is paid in cash to outsiders. It involves actual cash expenditure, that is rent paid, salary paid, depreciation. On the other hand, does not involve cash payment, and therefore it is not an out of pocket cost. ഔട്ട്സൈഡേഴ്സിന് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്ന രീതിയിലുള്ള എക്സ്പെൻസുകളെയാണ് നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്നുള്ള ടൈം ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ആക്ച്വൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ. ആക്ച്വലി ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദറ്റ് ഈസ് ദ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. റെൻറ്റ് പെയ്ഡ്, സാലറി പെയ്ഡ് എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റായിട്ട് ക്യാഷ് പേയ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ ക്യാഷ് പേയ്മെൻറ്റ്സ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകളെയാണ് നമ്മളെന്ത് പറയുന്നത്? ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഷട്ട്ഡൗൺ കോസ്റ്റ്. Shutdown cost is the cost which is to be incurred even if the plant is shut down for a temporary period. Rent and rates, maintenance expenses, insurance, etc. Shutdown cost is the cost which is to be incurred even if the plant is shut down for a temporary period. ചില സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ബിസിനസ് വളരെയധികം ഡിമാൻഡൊക്കെ കുറയുകയോ അല്ല ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ബിസിനസ്സൊക്കെ നമുക്ക് അടച്ചു പൂട്ടേണ്ടതൊക്കെ ആയിട്ട് വരും, ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം സിറ്റുവേഷനിൽ ടെമ്പററി ആയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചില എക്സ്പെൻസസുകൾ ഉണ്ടാവാം. എങ്കിൽ കൂടെ റെൻറ്റ് ആൻഡ് റേറ്റ്സ്, മെയിൻ്റനൻസ് എക്സ്പെൻസസ്, ഇൻഷുറൻസ് എക്സെട്ര ഇത്തരത്തിലുള്ള കോസ്റ്റുകളെയാണ് നമ്മളെന്താ പറയുക? ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. Then replacement cost. Next one is replacement cost. Replacement cost is the cost of replacing an asset or material by purchasing it from the market. Then it is thus the current market price of the item that is replaced. Our next one is replacement cost is the cost of replacing an asset or material by purchasing it from the market. It is thus the current market price of the item that is replaced. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാറ്റി വാങ്ങിക്കേണ്ടി വരികയാണ്. ചിലപ്പോൾ മെഷീനറീസോ ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അത് മാറ്റി വേറൊന്ന് മേടിക്കേണ്ടി വരുമ്പോൾ അതിന് ഉണ്ടാകാവുന്ന ഒരു എക്സ്പെൻസസുകളെയാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് എക്സ്പെൻസസ് എന്നുള്ള ഹെഡിൽ വരുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസസുകളെയാണ് നമ്മളവിടെ റീപ്ലേസ്മെൻറ്റ് എക്സ്പെൻസസ് എന്നുള്ള ഹെഡിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റീപ്ലേസിങ് ആൻ അസെറ്റ് ഓർ മെറ്റീരിയൽ by purchasing it from the market. It is thus the current market price of the item that is replaced. Thus the current market price of the item that is replaced. അവിടെ പറയുന്നത് പഴയ ഒരു പ്രോഡക്റ്റ് നമ്മളത് മാറ്റി പുതിയൊരു പ്രോഡക്റ്റ് അത് റീപ്ലേസ് ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. സോ അത് മാറ്റിയെടുക്കുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എക്സ്പെൻസസിനെയാണ് നമ്മളുടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് സെവൻത്ത് പോയിൻ്റ് ഈസ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് റിഫേഴ്സ് ടു ഡിഫറൻസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ ടു ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ ടു കോഴ്സ് ഓഫ് ആക്ഷൻ. It is the change in total cost due to change in alternative course of action. That is what is meant by differential cost. Differential cost is change in total cost due to change in the volume of output or due to change in level of activity. രണ്ട് കാര്യങ്ങളാണ് പറയാം. വാട്ട് ഈസ് മീൻ ബൈ ഡിഫറൻഷ്യൽ കോസ്റ്റ്? ഡിഫറൻഷ്യൽ കോസ്റ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ ഡ്യൂ ടു ചേഞ്ച് ഇൻ വേരിയസ് ഓൾട്ടർനേറ്റീവ്. ഇവിടെ ഡിഫറൻഷ്യൽ കോസ്റ്റിൽ നമ്മൾ രണ്ട് തരത്തിലാണ് പറയുന്നത്. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകാവുന്ന ചേഞ്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? നമുക്ക് 10,000 രൂപയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് വിചാരിക്കാം. ഈ ടോട്ടൽ കോസ്റ്റിൽ നമ്മൾ വോള്യൂം ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അത് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് തീരുമാനിക്കുന്നതിന് പക്ഷോ നമ്മൾ ടോട്ടൽ കോസ്റ്റിൽ ചേഞ്ച് വരികയാണ്. ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ 10,000 ഉള്ളത് 15,000 ആയിട്ട് മാറാം. അവിടെ നമ്മൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ വോള്യൂം ഓഫ് ഔട്ട്പുട്ട് ഓർ ഡിസിഷൻ ടേക്കൺ ബൈ ദി മാനേജ്മെൻറ്റ്. അപ്പോൾ 10,000 ഉള്ളത് 15,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ ദാറ്റ് കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. അങ്ങനെ നിലവിലുള്ള കോസ്റ്റിൽ നിന്ന് ആ കോസ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നു.
അതർവൈസ് വേറെ ഓർ വൈസ് വേഴ്സ എന്നൊക്കെ പറയുന്ന പോലെ അത് അതർവൈസ് നമുക്ക് വേറൊരു പറയുന്ന 10,000 ഉള്ളത് നമുക്കൊരു 5,000 ആയിട്ട് ഡിക്രീസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിക്രിമെൻ്റൽ കോസ്റ്റ്. ഈ രണ്ട് കോസ്റ്റിനെയും നമുക്ക് ഒരുമിച്ച് ഒരൊറ്റ ടൈമിൽ പറയാനായിട്ട് സാധിക്കും. എന്ത്? ഡിഫറൻഷ്യൽ കോസ്റ്റ്. കണ്ടോ? അതായത് ടോട്ടൽ കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവണു, അതിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ടോട്ടൽ കോസ്റ്റ് കൂടാം അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കുറയാം. ടോട്ടൽ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നും. ടോട്ടൽ കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ന് പറയുന്നു? ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ ഏത്? ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് പറയുമ്പോൾ എന്താ പറയുക? ഡിഫറൻഷ്യൽ കോസ്റ്റ് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഓർ ഡിസിഷൻ ടേക്കൺ ബൈ ദി മാനേജ്മെൻറ്റ് ഓർ ചേഞ്ച് ഇൻ ദ വോള്യൂം ഓഫ് ഔട്ട്പുട്ട്. ഏത് രീതിയിലാണെങ്കിലും നമുക്കതിൽ എടുക്കാനായിട്ട് സാധിക്കും. ഡിഫറൻഷ്യൽ കോസ്റ്റ് മേ ബി incremental cost or decremental cost. Then if the change in result in increase in total cost, that is also called as incremental cost, and if the change result in decrease in total cost, that is also called as decremental cost. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. then next one is marginal cost. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ് ഇത് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞത്. മാർജിനൽ കോസ്റ്റ് ഈസ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ 1 യൂണിറ്റ്. ഈ മാർജിനൽ കോസ്റ്റിൽ ഉണ്ടാകാവുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിൽ ഒരു യൂണിറ്റ് കൂടുന്നതോ കുറയുന്നതോ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യാസം സംഭവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണമെന്ന് വെച്ചാൽ നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ടോട്ടൽ കോസ്റ്റ് കൂടുന്നു എന്ന് ഞാൻ പറഞ്ഞു. ടോട്ടൽ കോസ്റ്റ് കൂടാനുണ്ടായിരിക്കുന്ന കാരണങ്ങൾ പലതാണ്. ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് വരാം, മാനേജ്മെൻറ്റിൻ്റെ വേറെ ഏതെങ്കിലും ഡിസിഷൻസ് മൂലം ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് വരാം, വോള്യൂം ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് വ്യത്യാസം വരാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ എന്തെന്ന് പറയാം? ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയാം. എന്നാൽ മാർജിനൽ കോസ്റ്റിൽ ഓരോ ഔട്ട്പുട്ടും കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ എത്രമാത്രം ചേഞ്ച് വരുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ എടുക്കാം. 8 രൂപ ഫിക്സഡ് കോസ്റ്റും 2 രൂപ വേരിയബിൾ കോസ്റ്റും അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊരു 100 യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി 101ാമത്തെ യൂണിറ്റ് ഒരു യൂണിറ്റ് കൂടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു യൂണിറ്റ് കൂടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും മിക്കവാറും അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക. ഓരോ അഡീഷണൽ യൂണിറ്റ് കൂടുന്തോറും വേരിയബിൾ കോസ്റ്റ് എന്തായാലും ഇൻക്രീസ് ചെയ്യും. വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഏത് കോസ്റ്റ് കൂടും? ടോട്ടൽ കോസ്റ്റ് കൂടും. അങ്ങനെ ഓരോ അഡീഷണൽ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ചോ ഓരോ അഡീഷണൽ യൂണിറ്റ് കുറയുകയോ ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകാവുന്ന വേരിയേഷൻ, ആ വേരിയേഷനെയാണ് നമ്മളിവിടെ എന്ത് പറയുക? മാർജിനൽ കോസ്റ്റ്. അപ്പോൾ അത് വളരെ വൃത്തിയായിട്ട് മനസ്സിലാവണം, വ്യക്തമായിട്ട് മനസ്സിലാവണം. എന്താ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, എന്താ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്താണ്? ഇവിടെയാണ് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഷോർട്ട് ടെസ്റ്റിലൊക്കെ എപ്പോഴും നിങ്ങൾ പഠിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് മീൻ ബൈ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഈസ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ വോള്യൂം ഓഫ് ഔട്ട്പുട്ട്, ഡ്യൂ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബൈ 1 യൂണിറ്റ്. It is thus the additional cost of producing an extra unit. It includes all variable cost, that is direct material cost, direct labor cost and direct variable overheads. വേരിയബിൾ ഓവർഹെഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ, അതായത് ഒരു യൂണിറ്റ് കൂടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ലേബർ ചാർജ് കൂടേണ്ടി വരും, ഓവർഹെഡ് എക്സ്പെൻസുകളും കൂടേണ്ടി വരും. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റുകളെല്ലാം തന്നെ, വേരിയബിൾ കോസ്റ്റുകളെല്ലാം തന്നെ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് കൂടുന്നുണ്ട്. അവിടെ ടോട്ടൽ കോസ്റ്റിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടായേക്കാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ്. ഒന്നുകൂടെ വായിക്കാം. മാർജിനൽ കോസ്റ്റ് ഈസ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു increase or decrease in output by 1 unit. It is thus the additional cost of producing an extra unit. It includes all variable cost, that is direct material, direct labor and variable overhead. Then next cost of managerial decision making, that is standard costing.
Standard cost is a predetermined cost relating to a period determined on scientific basis. It is the cost that should be incurred under the condition of normal efficiency. It is used as an effective tool for cost control. It is an effective tool for cost control. Avade endha standard costing ennu parnayale, standard cost is a predetermined cost relating to a period determined on scientific basis. It is the cost that should be incurred under the conditions of normal efficiency. അപ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക് ഈസ് ആൻഡ് ഓൾസോ നോൺ ആസ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റിംഗ്. നമ്മളൊരു കോസ്റ്റ് മുൻകൂട്ടി കണക്കാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൺട്രോളിങ് ടെക്നിക്സ് ഒക്കെ പഠിക്കാറുണ്ട് അല്ലേ. കൺട്രോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ് കമ്പയറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അല്ലേ. കമ്പയറിങ് ദ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണം ഒരു ബഡ്ജറ്റിംഗ് ടെക്നിക്സാണ് അവിടെ എന്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു നോർമൽ സിറ്റുവേഷനിൽ എത്രയായിരിക്കും അതിൻ്റെ കോസ്റ്റ് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നൊരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നോർമൽ സിറ്റുവേഷനിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഒരു യൂണിറ്റിന് എത്ര രൂപയാവും എന്നൊക്കെ നോർമൽ സിറ്റുവേഷനിൽ എക്സ്പെക്റ്റഡ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് ദ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് റിലേറ്റിംഗ് ടു എ പീരിയഡ് ഡിറ്റർമിൻഡ് ഓൺ സയൻറ്റിഫിക് ബേസിസ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ദാറ്റ് ഷുഡ് ബി incurred under conditions of normal efficiency. It is used as an effective tool for cost control. Then next point is 10th point is conversion cost. Conversion cost is the cost of converting raw materials into finished goods. It includes direct wages, direct expenses and factory overheads. In other words, conversion cost is production cost less than the cost of direct material. Conversion cost is the cost of converting raw material into finished product. Raw materialsനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺവെർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ് എക്സെട്ര. ഇൻ അതർ വേർഡ്സ് കൺവെർഷൻ കോസ്റ്റ് ഈസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ലെസ് ദ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. Then next point is 11th point is relevant cost. Relevant cost is a cost which has a direct influence on the managerial decision making. Relevant cost എന്ന് പറയുന്നത് relevant cost is a cost which has a direct influence on the managerial decision making. Such cost helps the management in taking correct decision. മാനേജ്മെൻറ്റിനെ ശരിയായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്സ് കൂടിയാണ് അവിടെ ഇത് റിലവൻറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റിലവൻറ്റ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഹാസ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. Then conversion cost is the cost of converting raw material into finished product. Relevant cost എന്ന് പറയുമ്പോൾ അവിടെ എന്താ the direct influence on the managerial decision making. Such cost helps the management taking correct decision. Then next one is postponable cost. Postponable cost is the cost which can be postponed to a future period without any adverse effect on the efficiency of the present operation. പോസ്റ്റ്പോണബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഫ്യൂച്ചറിൽ നമുക്ക് ഒന്നുകൂടെ കോസ്റ്റ് കുറഞ്ഞ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പ്രസൻ്റ്ലി ദർ ഈസ് നോ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പക്ഷേ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഒട്ടും തന്നെ ബാധിക്കുന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, നമുക്ക് പിന്നീട് വാങ്ങിയാലും മതി എന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കുക. അതിനുവേണ്ടി കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക പോസ്റ്റ്പോണബിൾ കോസ്റ്റ് എന്ന് പറയുക. പോസ്റ്റ്പോണബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, ഇംപ്യൂട്ടഡ് ഓർ നോഷണൽ കോസ്റ്റ്, ഷട്ട്ഡൗൺ കോസ്റ്റ്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ്, relevant cost and postponable cost. അവിടെ ഓൺ ദി ബേസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിൽ കോസ്റ്റിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഗിവിങ് ആൻ ഓപ്പർച്യൂണിറ്റി, ദറ്റ് ഈസ് കോൾഡ് ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദെൻ സങ്ക് കോസ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓർ പാസ്റ്റ് കോസ്റ്റ്. Then past cost, that is also called as sunk cost. Imputed or notional cost, it is a nominal cost. Imputed cost is a hypothetical cost and which does not involve
in the actual cash expenditure. ആക്ച്വൽ ക്യാഷ് എക്സ്പെൻഡിച്ചറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പേരിന് മാത്രം നമ്മൾ ചൂണ്ടിക്കാണിക്കാവുന്ന മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രം കാണിക്കാവുന്ന ഒരു കോസ്റ്റാണ് ഇത് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓർ നോഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ദെൻ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് റിഫേഴ്സ് ടു കോസ്റ്റ് വിച്ച് ഇസ് പെയ്ഡ് ഇൻ ടു ക്യാഷ് ഫ്രം ദി ഔട്ട്സൈഡേഴ്സ്. അവർക്ക് കൊടുക്കാവുന്ന, അതായത് ഇവിടെ പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ കോസ്റ്റ് വിച്ച് ഇൻഗേർഡ് ഈവൻ ഇഫ് ദ പ്ലാന്റ് ഈസ് ഷട്ട് ഡൗൺ ഫോർ എ ടെമ്പററി പീരീഡ്, ദാറ്റ് ഇസ് കോൾഡ് ആസ് ഷട്ട് ഡൗൺ കോസ്റ്റ്. Replacement cost is the cost of replacing an asset or material by purchasing it from the market. It is thus the current market price of the item that is replaced. Differential cost എന്ന് പറഞ്ഞാൽ എന്താ? Differential cost, it is the change in total cost due to change in the level of activity or course of action etc. ഇതുമായി ബന്ധപ്പെട്ട് then it may be incremental cost or decremental cost. Increase in total cost due to change in the level of activity, that is called as incremental cost. Increase in total cost, decrease in total cost due to change in the level of activity, that cost is called as decremental cost. Marginal cost, then അവിടെ change in total cost due to change in the volume of output by 1 unit. Volume of output 1 unit. ഓരോ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടാവുന്നു. 100 101 102 103 ഇങ്ങനെ ഓരോ യൂണിറ്റ് കൂടുന്തോറും ടോട്ടൽ കോസ്റ്റിൽ വന്നേക്കാവുന്ന ചേഞ്ചസ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, മാർജിനൽ കോസ്റ്റിൽ സൂചിപ്പിക്കുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മീൻസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ പ്രീഡിറ്റർമിൻഡ് കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. കൺവെർഷൻ കോസ്റ്റ് മീൻസ് കോസ്റ്റ് ഇൻഗേർഡ് ഫോർ കൺവെർട്ടിംഗ് ദ റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. Then what is relevant cost? Relevant cost is the current cost. Relevant cost is the cost direct influence on the managerial decision making. Then postponable cost. Postponable cost is the cost which can be postponed to future period without any adverse effect on the efficiency of the present situation, present operations. അപ്പോൾ നമ്മൾ ഇന്നത്തോടു കൂടി നമ്മൾ എന്ത് കഴിയാണ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ ജസ്റ്റ് പോയിൻ്റ് മാത്രം പറഞ്ഞു പോവുകയാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ദെൻ ദാറ്റ് ഈസ് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസസ്. ഫസ്റ്റ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. പ്രൊഡക്ഷൻ കോസ്റ്റ്, administration cost, selling cost and distribution cost. Classification on the basis of behavior, that is fixed cost, variable cost, semi variable cost. Then next one is step cost. Then classification on the basis of identifiability or traceability, that is direct cost and indirect cost. Then classification on the basis of controllability, controllable cost and uncontrollable cost. Then next classification on the basis of normality, normal cost and abnormal cost, Then next one, classification on the basis of ascertainment of cost, historical cost, predetermined cost and predetermined cost. Then eighth classification on the basis of managerial decision making. അതിൽ നിന്നാണ് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാം. വാട്ട് ഈസ് meant by opportunity cost, what is meant by sunk cost, marginal cost, differential cost, incremental cost, decremental cost, imputed cost, notional cost, out of pocket cost, conversion cost, relevant cost, postponement cost. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് എടുക്കേണ്ടത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എടുക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ വളരെ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻട്രാക്ഷൻ പീരീഡിൽ ചോദിക്കുക. കോസ്റ്റ് ക്ലാസിഫിക്കേഷനും കോസ്റ്റും വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.